Dear students, welcome to Learner's World. In this video, I am going to talk about questions and answers of the short story War by Louis Pirandello, Kaleidoscope for Somerset, Calcutta University, Common English. In our previous video, we discussed about short answer questions. What question did the old man in the end? How did he react? ഒരു ഓൾഡ് മാനോട് അവസാനം എന്ത് ക്വസ്റ്റ്യനാണ് ആ ഒരു വുമൺ ചോദിച്ചിട്ടുള്ളത്, അതിന് എന്ത് മറുപടിയാണ് നൽകിയിട്ടുള്ളത്? All the other passengers congratulated the man for his bravery. The woman, as if waking from a dream, says to the man, "Then, is your son really dead?" The old man looks at her, tries to answer, but can't. He seems to realize for the first time that his son is gone forever. അപ്പോൾ ആ ഒരു ട്രെയിനിലുള്ള മറ്റ് പാസഞ്ചേഴ്സ് ഈ ഒരു ഓൾഡ് മാനെ അദ്ദേഹത്തിൻ്റെ ബ്രേവറിനെ, ധീരതയെ അവർ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ത്രീ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൾ ചോദിക്കുകയാണ്, "Then is your son really dead?" നിങ്ങളുടെ മകൻ യഥാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള മറുപടി എന്തായിരുന്നു? അതായത് ആ ഒരു ഓൾഡ് മാൻ അതിനുള്ള മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആകെ ഷിവർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം ആ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം റിയലൈസ് ചെയ്യാണ് തൻ്റെ മകൻ മരണപ്പെട്ടു എന്നുള്ളത്. Next, paternal love is not like bread that can be broken into pieces and split among the children in equal shares. Comment. Paternal love എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബ്രെഡ് പോലെയല്ല എന്നാണ് പറയുന്നത്. അതായത് ബ്രെഡ് ഈക്വൽ ഷെയർ ആയിട്ട് മറ്റുള്ള കുട്ടികൾക്ക് ഈക്വലി പീസസ് ആക്കി ഷെയർ ചെയ്യുന്നത് പോലെയല്ല പാറ്റേണൽ ലവ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയിലുള്ള ഒരു ലൈനാണ്. A father gives all his love to each one of his children without discrimination, whether it be 1 or 10. And if I am suffering now for my 2 sons, I am not suffering half for my 2 sons. I am not suffering half for each of them, but double. It's not like a bread that can be broken into pieces and share among children. അപ്പോൾ ഇതിലെ ഒരു ഫാദർ എന്ന് പറയുന്നത് തൻ്റെ എല്ലാ മക്കൾക്കും ഒരു ഡിസ്ക്രിമിനേഷനും കൂടാതെ ഈക്വലായിട്ട് കൊടുക്കുന്ന ഒരാളാണ്. അതായത് ഈക്വലായിട്ട് സ്നേഹം കൊടുക്കുന്ന ഒരാളാണ് ഫാദർ എന്ന് പറയുന്നത്. അതായത് ഒരു മകനോ അല്ലെങ്കിൽ 10 മകനോ എന്തോ ആവട്ടെ, അതിൽ നമുക്കൊന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെയിൻ ഉണ്ടാകും. അത് മറ്റേ ഒരു മകനെ കൊണ്ട് നമുക്ക് നികത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബ്രെഡ് പോലെയല്ല. അതായത് എല്ലാവർക്കും കുട്ടികൾക്കിടയിൽ ഈക്വൽ പീസസ് ആയിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച് നൽകാൻ പറ്റുന്ന ഒരു ബ്രെഡ് പോലെയല്ല പാറ്റേണൽ ലവ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദ സ്റ്റോറി വാർ? ഇതിൻ്റെ സെൻട്രൽ തീം എന്താണെന്നതാണ് ക്വസ്റ്റ്യൻ. ദ സെൻട്രൽ തീം ഓഫ് ദ സ്റ്റോറി വാർ ഇൻക്ലൂഡ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് വാർ, ദ ലോസ് ഓഫ് ഇന്നസെൻസ് ആൻഡ് hypocrisy of patriotism. Pirandello focuses on the real problems of ordinary people, which makes the story relatable to realism. അപ്പോൾ ഇതിൽ സെൻട്രൽ തീമായിട്ട് വരുന്നത് ഫ്യൂട്ടിലിറ്റി ഓഫ് വാർ, അതുപോലെ ലോസ് ഓഫ് ഇന്നസെൻസ്, ഹിപ്പോക്രസി ഓഫ് പാട്രിയോട്ടിസം തുടങ്ങിയിട്ടുള്ളവയൊക്കെയാണ്. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ കോ പാസഞ്ചേഴ്സ് സേ അബൌട്ട് പാറ്റേണൽ ലവ് ആൻഡ് ഡ്യൂട്ടി? അപ്പോൾ ആ ഒരു ട്രെയിനിലുള്ള മറ്റൊരു യാത്രക്കാരൻ പാറ്റേണൽ ലവ് അതുപോലെ ആ ഒരു പാറ്റേണൽ ഡ്യൂട്ടീനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? എ ഫാദർ ഗിവ്സ് ഓൾ ഹിസ് ലവ് ടു ഹിസ് ചിൽഡ്രൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ ബ്രെഡ് ദാറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു പീസസ് ആൻഡ് ഷെയർ അമംഗ് ചിൽഡ്രൻ. അതായത് ഒരു ബ്രെഡ് പോലെയല്ല ഒരു പാറ്റേണൽ ലവ് എന്ന് പറയുന്നത്. അതായത് പീസസ് ആക്കിയിട്ട് എല്ലാവർക്കും കുട്ടികൾക്കിടയിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ബ്രെഡ് പോലെയല്ല ഫാദർ ലവ്. അതായത് പാറ്റേണൽ ലവ് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിമിനേഷനും കൂടാതെ നൽകുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. വൈ അക്കോർഡിംഗ് ടു ദ സ്റ്റോയിക് ട്രാവലർ ഷുഡ് എവരി വൺ ലോഫ്? എന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റോയിക് ട്രാവലറിൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ചിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അക്കോർഡിംഗ് ടു ദ സ്റ്റോയിക് ട്രാവലർ ഷുഡ് എവരി വൺ ലാഫ്. ഹി അവോയ്ഡ്സ് ഡീലിംഗ് വിത്ത് ഹിസ് ഗിഫ് ബൈ ഇൻ്റലക്ച്വലൈസിങ് ദ ഡെത്ത് ഓഫ് ഹിസ് സൺ. അതായത് ഈ സ്റ്റോയിക് ട്രാവലർ പറയണ അദ്ദേഹത്തിൻ്റെ ആ ഒരു മകൻ്റെ മരണം ഒരിക്കലും ഒരു ദുഃഖത്തിൻ്റെ രൂപത്തിലല്ല അദ്ദേഹം അതിനെ കാണുന്നത്, പകരം അദ്ദേഹം സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്ലെയിംസ് ദാറ്റ് യങ് പീപ്പിൾ വുഡിൻ വാണ്ട് ദെയർ പാരൻസ് ടു ക്രൈ ഓവർ ദെം. ഈ സേസ് ദാറ്റ് ഡൈയിങ് യങ് പ്രിവെൻറ്റ്സ് ദെയർ ചിൽഡ്രൻ ഡൈ സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി. അതായത്
അദ്ദേഹം പറയുന്നത് തൻ്റെ മകൻ മരണപ്പെട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം അവൻ്റെ ഒരു ധീരതയിൽ, അവൻ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്, അതിൽ ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ യങ് ആയിട്ടുള്ള കുട്ടികൾ ആഗ്രഹിക്കുന്നതും അവരുടെ മരണത്തിൽ പാരൻസ് വിഷമിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് മരണപ്പെടുന്നത്. അവർ സ്നേഹിക്കുന്ന രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ മരണപ്പെടുന്നത്. നെക്സ്റ്റ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ 300 വേർഡ്സ്, അതായത് ലോങ്സ്റ്റ് ആണ്. ഹൗ ഡസ് പിറാൻഡല്ലോ പ്രസൻറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് പാട്രിയോട്ടിസം ഇൻ ദ സ്റ്റോറി വാർ? എങ്ങനെയാണ് ഈ വാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയിൽ ലൂയി പിറാൻഡല്ലോ പാട്രിയോട്ടിസം എന്ന് പറഞ്ഞിട്ടുള്ള ആശയം എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? War by Louis Pirandello presents the concept of patriotism. War is a short story, focuses on the real problems of ordinary people, which makes this story relatable to realism. The story is about a couple whose son has been sent to war. They board a train to leave Rome. വാർ എന്ന് പറയുന്നത് ലൂയി പിറാൻഡല്ലോ വാറിൽ പാട്രിയോട്ടിസം എന്ന് പറഞ്ഞ ആശയം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്റ്റോറിയാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് സാധാരണ ആളുകളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു റിയൽ പ്രോബ്ലംസാണ്. അതുപോലെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു കപ്പിള് അവർ ഒരു ട്രെയിൻ ക്യാരേജിലാണ് ഈ ഒരു ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കപ്പിള് വരുന്നുണ്ട്. അവരുടെ ഒരേ ഒരു മകൻ വാറിൻ്റെ ആ ഒരു യുദ്ധമുഖത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട്, അവൻ അവസാനമായി കാണാൻ വേണ്ടിയിട്ടാണ് അവർ റോമിലേക്ക് ട്രെയിൻ കയറിയിട്ടുള്ളത്. ദ സ്റ്റോറി വാസ് റിട്ടൺ ബൈ സെറ്റിംഗ് വേൾഡ് വാർ ഫസ്റ്റ് ആസ് ഇറ്റ്സ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നടക്കുന്ന ഒരു സ്റ്റോറി എഴുതിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ സമയത്താണ് വേൾഡ് വാർ ഫസ്റ്റ് നടക്കുന്നത്. ദ പാസഞ്ചേഴ്സ് ഓഫ് ദ നൈറ്റ് ട്രെയിൻ വർ ഓൾ അഫക്റ്റഡ് ബൈ ദ വാർ. നാച്ചുറലി ദെയർ കോൺവെർസേഷൻ ലെഡ് ടു ദ വാർ ആൻഡ് പാട്രിയോട്ടിസം. അപ്പോൾ ആ ഒരു ട്രെയിനിലുള്ള എല്ലാ പാസഞ്ചേഴ്സിനെയും ഈ ഒരു വാർ വളരെയധികം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലരുടെ മക്കളാണ് യുദ്ധമുഖത്തുള്ളത്, ചിലരുടെ മക്കൾ യുദ്ധം മൂലം മരണപ്പെട്ടിട്ടുണ്ട്, നെഫ്യൂസ് മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഈ ട്രെയിനിലുള്ള എല്ലാവരെയും വളരെയധികം ഈ ഒരു വാർ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരുടെ കോൺവെർസേഷനും ഈ ഒരു വാറിനെ പറ്റിയിട്ടായിരുന്നു, അവരുടെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടതിനെ കുറിച്ചിട്ടായിരുന്നു. ദ ബ്രേവറി ഓഫ് ദ യങ് പീപ്പിൾ ഹു ഡൈഡ് ഡിഫെൻഡിങ് ദ കൺട്രി വിച്ച് വാസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ഫാറ്റ് ഓൾഡ് മാൻ ഇവോക്സ് പാട്രിയോട്ടിക് ഫീലിംഗ് ടു ദ അതർ പാസഞ്ചേഴ്സ്. അതായത് യങ് ആയിട്ടുള്ള ആളുകൾ രാജ്യത്തിന് വേണ്ടി മരണപ്പെടുന്നതിൻ്റെ ആ ഒരു ധീരതയെക്കുറിച്ചിട്ട് ആ ഒരു ട്രെയിനിലുണ്ടായിരുന്ന ഒരു ഓൾഡ് പാസഞ്ചർ സംസാരിക്കുന്നുണ്ട്. അത് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ദേശസ്നേഹം, ഒരു പാട്രിയോട്ടിസം ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. They were till then more selfish that their sons were taken away by the wars, as they thought that their sons would take care of them in their old age. From the words of the old man they found solace for their distress. അതായത് അതിലുള്ള ഒരു കപ്പിളൊക്കെ വളരെയധികം വിഷമിക്കുന്നുണ്ട്. തൻ്റെ മകൻ യുദ്ധമുഖത്താണുള്ളത്, അപ്പോൾ അവനെ നഷ്ടപ്പെടുമോ, ഞങ്ങൾ ഒറ്റക്കാകി പോകുമോ, ഞങ്ങൾക്കൊരു ആശ്രമില്ലാതായി പോകുമോ എന്നുള്ള രീതിയിൽ വിഷമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഓൾഡ് മാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്. ദ ഓൾഡ് മാൻ ഡിസ്ക്രൈബ്സ് ടു ദെം ഹൗ ബ്രേവ്ലി ഹിസ് സൺ ഫൗട്ട് ഫോർ ദ കൺട്രി ആൻഡ് ഡൈഡ് ഹാപ്പിലി ആൻഡ് സാറ്റിസ്ഫൈഡ്. ഓൾഡ് മാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അവരോട്, അതായത് തൻ്റെ മകൻ രാജ്യത്തിന് വേണ്ടിയിട്ട് എത്ര ധീരതയോട് കൂടിയിട്ടാണ് അവൻ പോരാടിയത്, എന്നിട്ട് അവൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് മരണമടഞ്ഞത് എന്നതിനെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. He tells them that country was a natural necessity that must be defended. All of them agreed with the fat man and congratulated that brave father who could stoically speak of his child's death. Pirandello presents the concept of patriotism. അതുപോലെ തൻ്റെ മകൻ്റെ ആ ഒരു ബ്രേവറി, അതുപോലെ തൻ്റെ മകൻ്റെ ഒരു പാട്രിയോട്ടിസം, ഇതൊക്കെ വളരെയധികം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടുകൂടി മറ്റുള്ള പാസഞ്ചേഴ്സ് അവരുടെ ആ ഒരു ദുഃഖത്തിന് ഒരു സമാധാനം കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഓൾഡ് മാൻ വിവരിക്കുകയാണ്, അതായത് നമ്മുടെ മക്കളൊക്കെ രാജ്യത്തിന് വേണ്ടിയിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് അവർ മരണപ്പെടുന്നത്, അതിൽ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം
ഇവരുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രേവറിനെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ധീരതനെ മറ്റുള്ള പാസഞ്ചേഴ്സൊക്കെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഉള്ളിലൊക്കെ ഒരു ദേശസ്നേഹം, ഒരു പാട്രിയോട്ടിസം ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ പാട്രിയോട്ടിസം വളരെ നല്ല രീതിയിലാണ് ലൂയി പിരാൻഡല്ലോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.